ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായി ഞാൻ 2 കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മസാല കൂട്ടാം. അതിനായി ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് മസാല പുരട്ടാം. ഈ മസാലയിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത് നമ്മൾ ഒരു 15 മിനിറ്റോളം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം നമുക്ക് നോർമലായി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നോർമലായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് തയ്യാറാക്കാം. ഇതിനായി ഞാനൊരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കശുവണ്ടിയും മുന്തിരിയും ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതിലേക്ക് നമുക്ക് അരി ചേർക്കാം. ഇത് ഒരു അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഊറ്റിയെടുത്ത അരിയാണ്. ഞാനൊരു 6 കപ്പ് ജീരകശാല അരിയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഈ നെയ്യിലോട്ട് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് തിളച്ച വെള്ളമാണ് ചേർക്കേണ്ടത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കണം. അപ്പം ഞാൻ 6 കപ്പ് അരിയാണ് 9 കപ്പ് തിളച്ച വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു പകുതി ചെറുനാരങ്ങ നീര് അതും കൂടി ചേർക്കാം. ഇതിലേക്ക് ഒരു 2 കഷ്ണം പട്ടയും ഒരു 2-3-4 ഏലക്കയും കൂടി ചേർക്കാം. ഇനി അത് അടച്ചു വെച്ച് അവിടെ വേവിക്കാം. ഇതേ സമയം നമുക്ക് ഈ ചിക്കൻ കറിയിലേക്ക് വേണ്ട ഒരു സവാള വഴറ്റാം. അതിനായി ഈസി ആയിട്ട് നമുക്ക് സവാള വഴറ്റാൻ ഞാൻ കുക്കറിലാണ് ഇത് വഴറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 6 വലിയ സവാള ചെറുതായി സ്ലൈസ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. 1 വിസില് ഫുള്ളും 3 വിസില് സിമ്മിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇതേ ടൈമിൽ നമ്മുടെ അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ചീനച്ചട്ടിയിലോട്ട് തന്നെയാണ് ഞാൻ മാറ്റുന്നത്. കണ്ടില്ലേ, സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് ഈ ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ പേസ്റ്റ് അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂണോളം ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 പിടിയോളം നമ്മുടെ മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് അതും കൂടി ചേർക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മസാലപ്പൊടി മാത്രമാണ്. ഇപ്പോൾ 2 കിലോ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ ചെറിയ പാത്രമായതുകൊണ്ട് ഞാൻ 2 പാത്രത്തിലായിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച കോഴി അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു സവാളയോളം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇത് 3ഉം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാല അതും കൂടി ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കാം. ഇത് നമ്മൾ ദം ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ ചേർക്കാനാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം വെള്ളമൊന്നും പാടില്ല. ഇതുപോലെ റോസ്റ്റിൻ്റെ രൂപത്തിലായിരിക്കണം. ഇനി നമ്മളൊരു പഴയ പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ബിരിയാണി ദമ്മിടാൻ വേണ്ടി ബിരിയാണി പോട്ട് വെക്കാം. അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അത് താഴെയായി നിരത്തി കൊടുക്കാം. അതിനു മുകളിലായിട്ട് നമുക്ക് റൈസ് നിരത്താം. നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ മല്ലിയില പുതിനയില ഇതിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതിനു മുകളിലായിട്ട് കുറച്ചുകൂടി റൈസ് വിതറി പിന്നെയും അതുപോലെ ചിക്കൻ്റെ ഗ്രേവി അതുകൂടി നിരത്തി കൊടുക്കാം. അതിനു മുകളിൽ നമ്മൾ പൊരിച്ചു വെച്ചിരുന്ന കശുവണ്ടി മുന്തിരി അതെല്ലാം ചേർത്ത് ഒരു ഫോയിൽ ഷീറ്റ് കൊണ്ട് നന്നായിട്ട് അടച്ചു വെക്കാം. എന്നിട്ടിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് എന്തെങ്കിലും വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ നമുക്ക് ദം ചെയ്യാൻ വെക്കാം. 15 മിനിറ്റിന് ശേഷം നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ ദം ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ബൈ.